സോഷ്യൽ മീഡിയയിലൂടെ എന്തൊക്കെ അവഹേളനത്തിലാണ് ഇപ്പോഴും കുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മലയാളികൾക്കൊരു പ്രവണത തോന്നുന്നു അങ്ങനെ ചെയ്യുന്നത്. ഒരിക്കലും കുറേ ആൾക്കാർ വിചാരം ഇതൊക്കെ നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ പോലത്തെ ആൾക്കാർ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എത്ര കാലം അഭിനയിക്കാൻ പറ്റും? ദുബായിലേക്ക് ചേക്കേറാനുള്ള കാരണം എന്താ? നമ്മുടെ ഐഡന്റിറ്റി നമ്മൾ ഇന്നതാണ് എന്ന് പറയാൻ എന്തിനും മടിക്കുന്നു? എറണാകുളത്ത് പ്രസിദ്ധമായ ഒരു ഡോക്ടറിന്റെ കൗൺസിലിംഗ് അടക്കം പോയൊരു വ്യക്തിയാണ് ഞാൻ. എന്നോട് പലരും ചോദിക്കാൻ, നീ ആണാണോ, നീ പെണ്ണാണോ? ജന്മം കൊണ്ടാണല്ലേ? എന്തിന് മറ്റുള്ളവർക്ക് മുമ്പിൽ ഞാൻ എന്തിനു പറഞ്ഞു, ഞാൻ എന്റെ സ്വത്വത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി. നീ മതപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഇത് ഭയങ്കര പ്രശ്നമല്ലേ? മുസ്ലിമായി ജനിച്ച വ്യക്തിയില്ല, അപ്പോൾ നീ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പാടുണ്ടോ? പഠിച്ചനാണല്ലോ നമുക്ക് ഇങ്ങനെ ഒരു ഇത് തന്നത്. സെക്സ്പരമായ കാര്യങ്ങളിൽ ജാസ്തി ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് ആളുകളിൽ നിന്ന്. എനിക്ക് മടുപ്പായിരുന്നു സത്യം പറഞ്ഞാൽ. ഞാൻ ആത്മഹത്യ വരെ ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഭയങ്കരമായിട്ട് അകന്നു, ഡി വരെ ഉണ്ടായി. എന്തിനാണ് അതൊക്കെ? ഇത്രയും ആ പെൺകുട്ടി നീ ആണല്ല, നിനക്ക് പെണ്ണുങ്ങളെ ചെയ്യാൻ പറ്റും. സമൂഹമാണ് നമ്മൾ ഇങ്ങനെ ആക്കിയത്. സത്യം. നമസ്കാരം. ദുബായിൽ വന്ന് നമ്മൾ ഓഫീസ് തുടങ്ങിയ കാലം തൊട്ട് തന്നെ എനിക്കൊരു അഭിമുഖം എടുക്കണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. ഒട്ടനവധി പ്രശ്നങ്ങളിലൂടെ അതിജീവിച്ചു വന്ന ഒരു കലാകാരൻ എന്ന് തന്നെ പറയാം. ബിസിനസ് രംഗത്തും ഇപ്പം അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിച്ചു. അദ്ദേഹം എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ആരാണെന്ന്, പക്ഷെ അദ്ദേഹമല്ല, എന്നാൽ ഇദ്ദേഹമാണ് എൻ്റെ കൂടെ. ജാസി, നമസ്കാരം. ജാസി, ഞാൻ പറഞ്ഞ കറക്റ്റല്ലേ? സത്യമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ചാണ് ഈ യാത്ര തുടരുന്നത് അല്ലേ? സത്യം സത്യം. സോഷ്യൽ മീഡിയയിലൂടെ എന്തൊക്കെ അവഹേളനത്തിലാണ് ജാസി. അതിപ്പോഴും ഉണ്ടല്ലോ? ഇപ്പോഴും ഉണ്ട്. തീർച്ചയായിട്ടും ഇപ്പോഴും കുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു മലയാളികൾക്കൊരു പ്രവണത തോന്നുന്നു അങ്ങനെ ചെയ്യുന്നത്. അതല്ലേ? ജാസി എങ്ങനെയാണ് ഈ രൂപത്തിലേക്ക് മാറാൻ കാരണം? ഞാന് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് സോഷ്യൽ മീഡിയ ആദ്യം ഭയങ്കര പേടിയായിരുന്നു യൂസ് ചെയ്യാനായിട്ട്. സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവ് ഒന്നുമില്ലായിരുന്നു ഞാൻ. എനിക്ക് ഇപ്പോഴും FB ഒന്നുമില്ല, FB അക്കൗണ്ട് ഒന്നുമില്ല എനിക്ക്. പക്ഷെ എന്തെങ്കിലുമൊക്കെ തുടങ്ങണം എന്ന് വിചാരിച്ചിട്ടാണ് പണ്ട് ഈ മ്യൂസിക്കിലൊക്കെ ഫസ്റ്റ് ഈ ടിക്ടോക്കിന് മുമ്പേ മാഷ് മ്യൂസിക്കിൽ അങ്ങനത്തെ ആപ്പുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതിലൊക്കെ ചുമ്മാ കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്യും. അങ്ങനെ കുറച്ച് വീഡിയോസ് ഇങ്ങനെ ആൾക്കാരിൽ ഇങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടു. അങ്ങനെ എല്ലാവരും നോർമലി ആണുങ്ങളെ വീഡിയോസ് ചെയ്യുമ്പോൾ ഞാൻ ആൺകുട്ടിയിൽ നിന്ന് ആൺകുട്ടിയായിട്ട് തന്നെ ഒരു പെണ്ണുങ്ങളുടെ വോയിസ് എടുത്ത് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും പ്രതികരണം എന്ന് വിചാരിച്ച് ആദ്യം നല്ല നല്ല പ്രതികരണമായിരുന്നു. അപ്പൊ അതങ്ങനെ കണ്ടിന്യൂസ് ചെയ്തു. പിന്നെ അത് വിമർശനങ്ങളായി മാറി, പിന്നെ ഭയങ്കര അബ്യൂസ്മെന്റുകളായി മാറി. പിന്നെ ഞാൻ ടിക്ടോക്ക് ഒന്നും വേണ്ട നിർത്തി. കുറെ വർഷങ്ങൾ ടിക്ടോക്ക് ഒന്നും യൂസ് ചെയ്യാണ്ട് ഞാൻ നിർത്തിപ്പോയി. കാരണം മാനസികമായിട്ട് ഭയങ്കര വിഷമമുണ്ടായിട്ട്. പിന്നെയും എന്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു, എന്തിനാ നീ ചെയ്യുന്നത്, നീ ചെയ്യ്, നിന്റെ ഇഷ്ടം നീ ചെയ്യ്. അങ്ങനെയാണ് വീണ്ടും തുടങ്ങിയത്. പക്ഷെ ഇപ്പോഴും ആ ഒരു പ്രശ്നങ്ങൾ എല്ലാം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ അത് മൈൻഡ് ചെയ്യാണ്ട് ഞാൻ എന്റെ ഒരു ഭാഗത്തേക്ക് മാറ്റി, അത് ഞാൻ എന്റെ കാര്യത്തിന് വേണ്ടി ഞാൻ പോകുന്നു. ഈ ജാസിയുടെ ജീവിതയാത്ര മലപ്പുറം ജില്ലയിൽ കുറ്റപ്പുറത്ത് ജനനം, ദുബായിലേക്ക് ചേക്കേറാനുള്ള കാരണം എന്താണ്? ഞാൻ സാധാരണ ഒരു കുടുംബത്തിൽ ജീവിച്ചൊരു കുട്ടിയാണ്. സാധാരണ എൻ്റെ ഉമ്മ വീട്ടുജോലിക്ക് പോകുന്നൊരു വ്യക്തിയായിരുന്നു. ഉപ്പ ഒരു ടാക്സി ഡ്രൈവർ ആയിരുന്നു. അപ്പോൾ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് അത്യാവശ്യം നന്നായി പഠിക്കുമായിരുന്നു. ചെറുപ്പം മുതൽ പഠിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഉമ്മാന്റെ വിഷമങ്ങളും ഉപ്പാന്റെ വിഷമങ്ങളും എല്ലാം കണ്ടറിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ലൈഫിലേക്ക് തുടർന്നത്. അപ്പോൾ ഞാൻ പഠിക്കാൻ ഭയങ്കര മിടുക്കനായതുകൊണ്ട് ഞാൻ നന്നായിട്ട് പഠിക്കുമായിരുന്നു. അത്യാവശ്യം നല്ല ഇതിൽ മാർക്കോട് പാസ്സായി. പിന്നെ കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് ഡിപ്ലോമ കോഴ്സും ചെയ്തു. എറണാകുളത്ത് ട്രെയിനിങ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ദുബായിലേക്ക് പോകണമെന്നൊരു മൈൻഡിലൊന്നും ഉണ്ടായിരുന്നില്ല. നാട്ടിലൊരു ജ്വല്ലറിയിൽ വർക്ക് ചെയ്യായിരുന്നു ഞാൻ, റിസപ്ഷനിസ്റ്റ് ആയിട്ട്. അങ്ങനെയാണ് പിന്നെ ഈ നോട്ട് നിരോധനമൊക്കെ ഉണ്ടായ സമയത്ത് പിന്നെ നാട്ടിലും ഭയങ്കര പ്രതിസന്ധിയായി. 2 ചേച്ചിമാരുണ്ട്. അപ്പോൾ ഉപ്പാക്ക് ടാക്സി ഓടിയിട്ട് മാത്രം കിട്ടുന്ന വരുമാനം, ഉമ്മാക്ക് വീട്ടുജോലിയിൽ നിന്ന് കിട്ടുന്ന കുറച്ച് വരുമാനം. അപ്പോൾ ഞാൻ വിചാരിച്ചു പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഇൻകം ഉണ്ടാക്കണം. അങ്ങനെയാണ് ഞാൻ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് എന്നെ ഫസ്റ്റ് ഞാൻ ജോലിക്ക് വരുന്നത്. അവിടെ ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത് ഒരു എന്താ പറയുക, എച്ചിൽ പാത്രമൊക്കെ എടുക്കുന്ന ഒരു ജോലിയായിരുന്നു എനിക്ക്. ക്ലീനിങ് ആയിരുന്നു. അത് കഴിഞ്ഞ് ആ റെസ്റ്റോറൻറ്റിൽ തന്നെ ഞാൻ എൻ്റെ വിദ്യാഭ്യാസം അവർക്ക് അറിയില്ലായിരുന്നു, ഞാൻ എത്ര വരെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ച ദിവസം നീ എത്ര വരെ പഠിച്ചിട്ടുണ്ട്? അപ്പോൾ ഇങ്ങനെ പഠിച്ചു, എത്ര പഠിച്ചു, നീ ഈ ജോലി ചെയ്യുന്നത്? ഒരു കാര്യം, നീ അക്കൗണ്ട്സിലേക്ക് മാറിക്കോ, അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ കണ്ടു പഠിക്കുക, എന്നിട്ട് നീ അവിടെ നിൽക്കുക. അങ്ങനെ അവിടുന്ന് അസിസ്റ്റന്റ് മാനേജറായിട്ടാണ് ഞാൻ അവിടുന്ന് വിരമിക്കുന്നത്. പിന്നെ അവിടുന്ന് ഞാൻ പോരുന്നത് നേരെ വേറൊരു റെസ്റ്റോറൻറ്റിലേക്ക്. അപ്പോൾ ഞാൻ ടിക്ടോക്കും ഈ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ഒന്ന് ആക്റ്റീവായി. അപ്പോൾ പിന്നെ ആൾക്കാർ വരാൻ തുടങ്ങി, നല്ല സാലറി തരാം, ഞങ്ങളുടെ ഷോപ്പിലേക്ക് പോരെ അങ്ങനെ. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ വന്നതാണ് കുക്ക് ബുക്ക് റെസ്റ്റോറൻറ്റ്, അൽനഹാദിലുള്ള ഒരു കുക്ക് ബുക്ക് റെസ്റ്റോറൻറ്റ്. അവിടെ പ്രൊമോട്ടറായിട്ട് നിന്നു.
പിന്നെ സ്വന്തമായിട്ട് ഇങ്ങനെ തുടങ്ങണം, എന്തെങ്കിലും സംരംഭം തുടങ്ങണം ഇങ്ങനെ വിചാരിച്ചിട്ടാണ്. പിന്നെ അദ്ദേഹം നല്ല സപ്പോർട്ടർ ആയിരുന്നു. അങ്ങനെയാണ് ഇപ്പൊ പുതിയൊരു പെർഫ്യൂം ഷോപ്പ് ഓപ്പൺ ചെയ്തത്. ഈ പറഞ്ഞാൽ നമ്മുടെ ഒരു ജീവിത ശൈലിയാണ് അല്ലെ, നമ്മുടെ ഒരു ശ്രവണതയാണ് നമ്മൾ ഇങ്ങനെ ആക്കിയത് അതെ അതെ അതെ. അല്ലെ, അങ്ങനെ ആക്കിയത്. അത് വീട്ടുകാർ എന്തുമാത്രം ദുഃഖിതരാണ്, അല്ലെങ്കിൽ ആ വീട്ടുകാർ ജാസി എന്നൊരു മോനെ കുറിച്ച് അവരുടെ ആശങ്ക എന്താണ്? എനിക്ക് ദുഃഖം അഫ്കോഴ്സ് ഉണ്ടാവും. ചില ആൾക്കാരൊക്കെ പറയുന്നത് നിങ്ങൾ അഭിനയിക്കുകയാണ്, ഇങ്ങനെ പെണ്ണുങ്ങളെ പോലെ നിങ്ങൾ അഭിനയിക്കില്ല, നിങ്ങൾക്ക് ആണുങ്ങളെ കൂടെ കൂട്ടുകൂടിക്കൂടെ, അല്ലെങ്കിൽ ജിമ്മിന് പോക്കൂടെ, ക്രിക്കറ്റ് കളിച്ചൂടെ, ഫുട്ബോൾ കളിച്ചൂടെ. ഞാൻ ഇതെല്ലാം ചെയ്ത വ്യക്തിയാണ്. ഞാൻ കൗൺസിലിംഗ് അടക്കം എറണാകുളത്ത് പ്രസിദ്ധമായ ഒരു ഡോക്ടറിന്റെ കൗൺസിലിംഗ് അടക്കം പോയൊരു വ്യക്തിയാണ് ഞാൻ. ഇത് ഒരിക്കലും കുറെ ആൾക്കാർ വരും ഇതൊക്കെ നമ്മൾ അല്ലെങ്കിൽ ഞങ്ങളെ പോലത്തെ ആൾക്കാർ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എത്ര കാലം അഭിനയിക്കാൻ പറ്റും, എത്ര ദിവസം അഭിനയിക്കാൻ പറ്റും ഒരാൾക്ക്? ലൈഫ് ലോങ് ഒരാൾക്ക് അഭിനയിക്കാൻ വേണ്ടി പറ്റുമോ? എന്നാലും സ്വന്തം ഒരു സ്വഭാവം പുറത്തു വരില്ലേ? ഇതൊരിക്കലും ഒരു അഭിനയമല്ല. പക്ഷെ നമ്മൾ ആരോടും കുറ്റവും പരിഭവവും ഒന്നും പറയുന്നില്ല. നമ്മൾ നമ്മളായിട്ട് ജീവിക്കുന്നു, നമ്മളായിട്ട് ഇതാക്കുന്നു. പക്ഷെ ഇപ്പോഴും ആൾക്കാർക്ക് ഒരു പ്രശ്നം എന്റെ ജെൻഡർ ഐഡന്റിറ്റി, ഞാൻ ആണാണോ അല്ലെങ്കിൽ ഞാൻ പെണ്ണാണോ അല്ലെങ്കിൽ ഞാൻ മറ്റു പലതും ആണോ, അതറിയാനുള്ളൊരു ധ്വര ഇപ്പോഴും ആൾക്കാരെ കാണിക്കുന്നത്. എന്തിനാണ് ഞാൻ എന്റെ ഐഡന്റിറ്റി വേറെ ആൾക്ക് തുറന്നു പറയേണ്ട ആവശ്യമുള്ളത്? ഞാൻ എന്റെ ഐഡന്റിറ്റി ആ ഐഡന്റിറ്റിയിൽ ജീവിച്ചു പോകുന്ന ആളാണ്. ഞാൻ ആണാണോ അല്ലെങ്കിൽ പെണ്ണാണോ, അല്ലെങ്കിൽ എന്റെ വ്യക്തിപരമായ അവയവങ്ങൾ ഞാൻ എന്തിനും മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം, ഞാൻ തെളിയിക്കാൻ വേണ്ടിയിട്ട്? അതാണ് എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം. അല്ല, നമ്മള് വ്യക്തിത്വം നമ്മൾ പറഞ്ഞു. ഇപ്പം ഞാൻ ജാസിയെ കാണുന്നത് ഇപ്പൊ താടിയുണ്ട്, മീശ ഉണ്ടല്ലേ, ഒരു ആൺ രൂപത്തിൽ എന്റെ മുമ്പിൽ. തീർച്ചയായിട്ടും ജാസിയുടെ സംസാരം ആൺ സൗണ്ടിൽ തന്നെയാണ്. നമ്മൾ നടക്കുന്നതും നടത്തത്തിലും ആയിരിക്കും വ്യത്യാസം കാണുന്നത്. പക്ഷെ നമ്മുടെ ഐഡന്റിറ്റി, നമ്മൾ ഇന്നതാണ് എന്ന് പറയാൻ എന്തിനും മടിക്കുന്നു. ഞാൻ ഒരിക്കലും ഞാൻ അങ്ങനെ ഞാൻ ഇപ്പോഴും എൻ്റെ ഒരു സ്വത്വത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ഞാൻ ആണാണോ അല്ലെങ്കിൽ എന്നോട് പലരും ചോദിക്കാൻ നീ ആണാണോ അല്ലെങ്കിൽ നീ പെണ്ണാണോ? ജന്മം കൊണ്ടാണല്ലേ? അതെ, ഞാൻ ഒരു മനുഷ്യനാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. എന്തിനാണ് ആൺ പെണ്ണ് എന്ന രീതിയിലുള്ള എന്നെ ആ വലയത്തിൽ എന്നെ കുടുക്കിയിടേണ്ട ആവശ്യം എന്താ ഉള്ളത്? ഞാൻ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ എന്നെ കാണാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ മനുഷ്യൻ എന്ന രീതിയിൽ എന്നോട് നിങ്ങൾ പെരുമാറും. അല്ലെങ്കിൽ ആണായിട്ടോ അല്ലെങ്കിൽ പെണ്ണായിട്ടോ അല്ലെങ്കിൽ അതർ കാറ്റഗറി ആയിട്ടോ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സുകളുണ്ട്, പല കാറ്റഗറി ഫ്രണ്ട്സുകളുണ്ട്. ഞാൻ എന്റെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ഞാൻ റിവീൽ ചെയ്യും. അതുവരെ ഞാൻ ഒരു മനുഷ്യനായിട്ട് തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മളിപ്പോഴും തയ്യാറല്ല. അല്ല, എന്തിന് ഞാൻ മറ്റുള്ളവർക്ക് മുമ്പിൽ ഞാൻ പറയണത് ഞാൻ ആണാണ് അല്ലെങ്കിൽ ഞാൻ പെണ്ണാണ് അല്ലെങ്കിൽ ഞാൻ ട്രാൻസ് ആണ്? എന്തിനു പറഞ്ഞു? ഞാൻ എന്റെ സ്വത്വത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി. നമ്മൾ ഇത് മൂന്നും പറയാനല്ലോ, ആണാണെന്നോ പെണ്ണാണെന്നോ ട്രാൻസ് ആണെന്നോ പറയാൻ നമ്മൾ തയ്യാറല്ല. ഞാൻ ആളുകൾ സംശയം അതാണ്. അതെ, ഇപ്പൊ കുറെ ആൾക്കാർ വീഡിയോ ചെയ്യുന്നത് എന്താണ്, നിങ്ങൾക്ക് 3 വരം കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ അതിലൊരാൾ പറയാണ്, ഒരു വരം കിട്ടുകയാണെങ്കിൽ ഞാൻ തീർച്ചയായും ജാസിന്റെ ബെഡ്റൂമിൽ പോയിട്ട് ജാസി എന്താണെന്ന് നോക്കുന്നു. എന്തിനാണ് അതിന്റെ ഒക്കെ ആവശ്യമുള്ളത്? ഞാൻ എന്താണെന്ന് അറിഞ്ഞിട്ട് അയാൾക്ക് എന്ത് വേണം? അങ്ങനെ ഒത്തിരി അബ്യൂസ്മെന്റ് കമന്റുകൾ. സത്യം പറഞ്ഞാൽ വിഷമം ഉണ്ടാവും. എൻ്റെ ഉപ്പായാണെങ്കിലും എൻ്റെ ഉമ്മയാണെങ്കിലും എൻ്റെ കുടുംബക്കാർക്കാണെങ്കിലും ഞാൻ ഇതിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ മറ്റുള്ള ആൾക്കാർ എന്നെ കുറിച്ച് ചിത്രീകരിക്കുമ്പോൾ അവർക്ക് ഓഫ്കോഴ്സ് വിഷമം ഉണ്ടാവാറുണ്ട്. എൻ്റെ ഉമ്മ എന്നോട് വിഷമം പറയാറുണ്ട്, എൻ്റെ ചേച്ചിമാര് വിഷമം പറയാറുണ്ട്. അപ്പൊ ഞാൻ പറയും, നിങ്ങൾ മറ്റുള്ളവർക്ക്, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുക. മറ്റുള്ളവർക്ക് പറഞ്ഞത് കേട്ടിട്ട് എന്തിനാണ് വിഷമിക്കുന്നത്? അവരാരും നമുക്ക് ചെലവിന് തരില്ലല്ലോ. 1 രൂപ അവർ നേരത്തെ ഫുഡ് വാങ്ങിച്ചു തരുമോ? ഇല്ല, നമ്മൾ തന്നെ അധ്വാനിക്കണം, നമ്മൾ തന്നെ ചെയ്യണം അല്ലേ? അല്ല, ഇത് പറയുമ്പോഴും ഉമ്മയ്ക്ക് വിഷമമുണ്ട്, തീർച്ചയായിട്ടും പെങ്ങന്മാർക്ക്, സിസ്റ്റർമാർക്ക് വിഷമമുണ്ട്. ഇവരൊക്കെ പുറത്തിറങ്ങുമ്പോൾ അല്ലെ, ഒരു പെൺകുട്ടി പുറത്തിറങ്ങുമ്പോൾ, ചേച്ചി ഇത്തമാര് പുറത്തിറങ്ങുമ്പോൾ അവരോട് ഇത്തരം ചോദ്യം ചോദിക്കുമ്പോൾ അവരുടെ മാനസികാവസ്ഥ നമ്മളൊന്ന് പരിഗണിക്കണ്ടേ? അല്ല, ആദ്യം ഉണ്ടായിരുന്നു. ഇപ്പം ആദ്യം ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന സമയത്ത് തതമാരൊക്കെ വീട്ടിൽ പോകുമ്പോൾ അല്ലെങ്കിൽ എന്താണ് ഉമ്മ പുറത്ത് കയറുമ്പോൾ ആൾക്കാർ ചോദിക്കാൻ, എന്താ നിങ്ങളുടെ മകൻ ഇങ്ങനെ പെണ്ണുങ്ങളെ പോലെ അഭിനയിക്കുന്നത്, അവൻ ഇത് പെണ്ണുങ്ങളെ പോലെ ചെയ്യുന്നത്, അങ്ങനെ ആദ്യം ചോദിക്കുമായിരുന്നു. ഇപ്പോൾ മാഷാ അല്ലാ, ഞാനിപ്പം അടുത്ത നാട്ടിൽ പോയി വന്ന വ്യക്തിയാണ്. ഉമ്മാനായിട്ട് ഞാൻ പുറത്തൊക്കെ പോയി ആളുകൾ വന്ന് നമ്മളെ റെസ്പോൺസ് ചെയ്യുന്ന, ആ ജാസി ഇഷ്ടമാണെന്ന് പറഞ്ഞ് പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ഫാമിലികളാണെങ്കിലും നമ്മൾ വന്ന് സംസാരിക്കുന്നു, അവരിൽ ഒരാളായി കാണുന്നു, അവരിൽ ഒരാളായി നമ്മളെ കൂടെ ഫോട്ടോ എടുക്കുന്നു, അങ്ങനെയൊക്കെ ചേർത്ത് പിടിക്കുന്ന കാണുമ്പോൾ ഇപ്പൊ ഉമ്മാക്ക് ഭയങ്കര സന്തോഷമാണ്. ഇപ്പോൾ തീർച്ചയായിട്ടും അന്നത്തെ ഉമ്മ അല്ല അന്ന് കരഞ്ഞൊരു ഉമ്മയാണെന്നുണ്ടെങ്കിൽ ഇന്ന് അത് കാണുമ്പോൾ ഉമ്മാന്റെ മനസ്സിലും അല്ലെങ്കിൽ കണ്ണിലും കാണുന്ന ഒരു ഇഷ്ടം എനിക്ക് അത് നേരിട്ട് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. ഈ തോണത്തെ പോക്കിനാണ് പോക്കിന് എത്ര നാളായി? ഇത് വളരെ 4-5 ദിവസം മുമ്പേ. 4-5 ദിവസം മുമ്പേ എത്ര നാൾ കൂടിയാ പോയത്? ഞാൻ 2 വർഷം കഴിഞ്ഞിട്ടാ പോയത്. കാരണം എന്റെ ഉപ്പ മരണപ്പെട്ടിട്ട് പിന്നെ ഞാൻ ഇപ്പൊ 2 വർഷം കഴിഞ്ഞിട്ട് ക്യാപ്പിനാണ് ഞാൻ പോയത്. ആ സമയത്താണ്. ഇതിന് മുമ്പൊന്നും പോകുമ്പോ എങ്ങനെ അല്ലായിരുന്നു? അല്ല, ഇതിന് മുമ്പ് പോകുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പേഴ്സണലി. എന്റെ ഉമ്മാനും അല്ലെങ്കിൽ തലമുറ കൂടെ ഒക്കെ പുറത്തിറങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര പേഴ്സണലി പേടിയായിരുന്നു. കാരണം ആൾക്കാരെന്തെങ്കിലും പറയുമോ അല്ലെങ്കിൽ ആൾക്കാരെന്തെങ്കിലും
ഇതാക്കും, മോശമായ രീതിയിലാണ് എന്നെ കാണുന്നത്, അങ്ങനെയൊക്കെ. പക്ഷെ ഇപ്പോൾ അങ്ങനെയില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ന്യൂ ജനറേഷൻ ആൾക്കാരൊക്കെ എല്ലാ ജെൻഡർ ഐഡന്റിറ്റി ആൾക്കാരെയും അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് അവർക്കുണ്ട്, അല്ലെങ്കിൽ അവരെ വീട്ടിലും ആ ഒരു അക്സെപ്റ്റേഷൻ അവർ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്കിപ്പോൾ പുറത്ത് ഇപ്പോൾ ഉമ്മാനെ കൂടെ ജസ്റ്റ് ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ അവിടുത്തെ വെയിറ്ററും അല്ലെങ്കിൽ അവിടുത്തെ മുതലാളിമാരൊക്കെ വന്ന് വളരെ സ്നേഹത്തോടെ അവര് വന്ന് ഫോട്ടോ എടുക്കലും സ്നേഹിച്ചത്. അപ്പോൾ ഉമ്മാക്ക് മനസ്സിലായി കാര്യങ്ങൾ. പിന്നെ ഇതിലൂടെ ഇൻകം കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഉമ്മാക്ക് പറയാലോ. അപ്പോൾ ഒരു വരുമാന മാർഗമായിട്ടും കൂടി ഞാനിത് കാണുന്നത് അറിയാം അവർക്ക്. ശരിക്കും അഭിനയമാണോ? ഒരിക്കലുമല്ല. എന്തിനു അഭിനയിക്കണം ഞാൻ? ഇത് എല്ലാവരും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പൊതുവെ ഇങ്ങനത്തെ എല്ലാ ആൾക്കാരും ചോദിക്കാൻ. ഇതിപ്പോ ആൺ മനസ്സിൽ കുടുങ്ങി കിടക്കുന്ന സ്ത്രീകളുണ്ട്, സ്ത്രീകളെ മനസ്സിൽ കുടുങ്ങി കിടക്കുന്ന ആണുങ്ങളുണ്ട്. ഇവരോട് എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് എന്താ സ്ത്രീ ആയിട്ട് നടന്നൂടെ, പെൺകുട്ടികളുടെ കൂടെ കൂട്ടുകൂട്, അപ്പൊ നിങ്ങൾ പെണ്ണുങ്ങളെ പോലെ, നിങ്ങൾ ആണുങ്ങളെ പോലെ ജിമ്മിന് പോകുന്ന ആണുങ്ങളെ പോലെ, അതേപോലെ ആൺകുട്ടികളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ജിമ്മിൽ ക്രിക്കറ്റ് കളിക്കുക, ആണുങ്ങളോട് പോയി ഇരുന്ന് സംസാരിക്കുക, അപ്പൊ നിങ്ങൾ എല്ലാ അസുഖം മാറും, അല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു കൗൺസിലിങ്ങിന് പോകും. അപ്പോൾ ഞാൻ ഇതെല്ലാം ചെയ്തൊരു വ്യക്തിയാണ്. പക്ഷെ ഇതൊരിക്കലും ഒരു അഭിനയമല്ല, ഒന്നുമില്ല. ഇപ്പൊ അടുത്തും കൂടെ ഒരു മൊയിലരുമായിട്ട് ഞാൻ ഇങ്ങനെ സംസാരിച്ചു, ഇത് നീ മതപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഇത് ഭയങ്കര പ്രശ്നമല്ലേ, നീ ഒരു മുസ്ലിമായി ജനിച്ച വ്യക്തിയല്ല, അപ്പോൾ നീ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പാടുണ്ടോ, നമ്മളെ കഥകൾ നിനക്ക് അറിയില്ലേ. അപ്പൊ ഞാൻ ആരെയും ക്വസ്റ്റ്യൻ ഇട്ട് പറയാൻ, ഇങ്ങനത്തെ ഒരു ഇപ്പൊ പഠിച്ചനാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇത് തന്നത്. കുറെ കൈയില്ലാത്തവരുണ്ട്, കണ്ണില്ലാത്തവരുണ്ട്, അല്ലെങ്കിൽ ചെവി കേൾക്കാത്തവരുണ്ട്, ഭയങ്കര പല അവയവങ്ങളില്ലാത്തവർ ജനിക്കുന്നുണ്ട്. അപ്പൊ ഇതേപോലെ മനസ്സിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ഇത് നമുക്ക് ഞാൻ പഠിച്ചവനെ ഒരിക്കലും കുറ്റം പറയുന്നതല്ല, അല്ലെങ്കിൽ പഠിച്ചവനെ ഞാൻ ചോദ്യം ചെയ്യുന്നതല്ല കേട്ടോ. പക്ഷെ ഇത് വലിയൊരു ഇത് ആ ഒരു മൈൻഡിലൂടെ അല്ലെങ്കിൽ ആ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ആൾക്കാർക്ക് അതിന്റെ വിഷമം മനസ്സിലാവുള്ളൂ. നമുക്കൊരു ചെവി ഇല്ലാണ്ടായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു കണ്ണില്ലാണ്ടായിക്കോട്ടെ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനൊരു മൈൻഡ് ഉള്ള ആൾക്കാർ പോകുന്ന വലിയൊരു പ്രശ്നമുണ്ട്. എത്രയേ ആൾക്കാരെ കമന്റുകൾ നമ്മൾ ഇതാക്കണം, ഒന്ന് പുറത്തു കയറുമ്പോൾ അവരെ കുറ്റപ്പെടുത്തലുകൾ, ഒഴിവാക്കലുകൾ, നമ്മളെ മാറ്റി നിർത്തുന്ന ഇത്, അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ചെറുപ്പം മുതലേ. അല്ല, നമ്മുടെ ജന്മനാലാണല്ലോ ഇങ്ങനെ ഒരു ജീവിതം പോയത്. അത് നമ്മുടെ ജന്മമാണ്. ആ ജന്മം നമുക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ കൗൺസിലിംഗ് എല്ലാം നടത്തി നോക്കി. തീർച്ചയായിട്ടും. പക്ഷെ അതിൽ നിന്നും മാറാതെ വന്നത് കൊണ്ടാണല്ലോ നമ്മൾ ഇങ്ങനെ ആയി പോയത്, അല്ലെ? ഈ സെക്സ്പരമായ കാര്യങ്ങളില് ഇപ്പം ജാസിയുടെ നടപ്പും കാര്യങ്ങളും ജാസിയെ കണ്ട് സെക്സ്പരമായ കാര്യത്തിൽ ജാസിയെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് ആളുകളിൽ നിന്ന് ഒരുപാട്. ഞാൻ മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഉണ്ടായിട്ടുണ്ട്, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ട്, നമ്മൾ കോളേജ് ലെവലിൽ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി സമയത്ത് നമുക്ക് സെക്സ്വൽ അബ്യൂസ്മെന്റുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എതിർത്തിരുന്നോ? പിന്നെ തീർച്ചയായിട്ടും എതിർത്തിട്ടുണ്ട്. അത് ഒരു വട്ടം എതിർത്തിട്ട് എനിക്ക് സീനിയറിന്റെ അടുത്ത് അവരെ കയ്യിൽ നിന്ന് അവരിൽ ഒരാളെ ഇതാക്കിയിട്ട് ഞാൻ സീനിയറിന്റെ അടുത്ത് എനിക്ക് ബിയർ കുപ്പിയിട്ട് തലക്കടി കിട്ടിയിട്ടുണ്ട്. അത് എതിർത്തതിന് അന്ന് അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ എതിർപ്പുകൾ ഒക്കെ നമ്മൾ അനുഭവിച്ചു വന്നപ്പോൾ അതിനുവേണ്ടിയാണ് ഒരു ചേഞ്ചിങ്ങിന് വേണ്ടി കൗൺസിലിംഗ് വരെ തയ്യാറായത്. എനിക്ക് മടുപ്പായിരുന്നു സത്യം പറഞ്ഞാൽ. ഞാൻ ആത്മഹത്യ വരെ ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് മടുപ്പായിരുന്നു, എൻ്റെ ഇങ്ങനൊരു ജന്മത്തിനോട് എനിക്ക് മടുപ്പായിരുന്നു. കാരണം എൻ്റെ വിചാരം ഞാൻ മാത്രമാണോ ഇങ്ങനെയെന്നായിരുന്നു. ഇതെന്താ എനിക്ക് മാത്രം ഇങ്ങനെ? കാരണം സ്കൂളിൽ പഠിക്കുന്ന സമയത്തും ഞാൻ ഇതേപോലെ എൻ്റെ ആരും ഞാൻ സ്കൂളിൽ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് കൂടുതലും പെൺകുട്ടികളായിരുന്നു ഫ്രണ്ട്സ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് സംസാരിക്കും. അപ്പോൾ ബാത്റൂമിലേക്ക് അവർ പെണ്ണുങ്ങളുടെ ബാത്റൂമിൽ പോകും, ഞാൻ ആൺകുട്ടികളുടെ ബാത്റൂമിൽ പോകും. അപ്പോഴൊക്കെ എനിക്ക് ഡൗട്ടായിരുന്നു, ഞാൻ അവരെ പോലെ തന്നെയല്ലേ, പിന്നെ ഞാൻ ഇവിടെ വരുന്നത്? അങ്ങനെയൊക്കെ ഒരു ചോദ്യമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അങ്ങനെ ഭയങ്കര ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് അതിന്റെ വിഷമം മനസ്സിലാവുള്ളൂ. ഇപ്പോഴാണ് അതിന്റെ ശേഷമാണ് ഞാൻ പിന്നെ ഒരാളെ പരിചയപ്പെടുന്നത്. ആ ആളാണ് എനിക്ക് വേറെ ഇതേപോലെ നീ മാത്രമല്ല ഒരുപാട് ഒത്തിരി പേരുണ്ട്, ഇവർക്കൊരു സംഘടനയുണ്ട്, ഈ സംഘടന പറയുമ്പോൾ നമുക്ക് വേണ്ടി ഇതാക്കുന്ന സംഘടനയാണ്, അങ്ങനെയാണ് ആ സംഘടനയുമായിട്ട് ബന്ധപ്പെടുന്ന ഒത്തിരി പേരെ മനസ്സിലാക്കാൻ സംസാരിക്കും. അപ്പോഴാണ് എനിക്ക് അവരോട് കൂട്ടുകൂടി സംസാരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എന്നെ തിരിച്ചറിയുന്ന ഒരാൾ, ഞാൻ എന്താണെന്ന് അറിഞ്ഞ് എന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കൂട്ടം സമൂഹം, അവിടെ എത്തിപ്പെട്ടൊരു സന്തോഷമായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാല്. സമൂഹത്തിന് വലിയ രീതിയിലുള്ള സംഘടനയുണ്ട് കേരളത്തിലൊക്കെ. അതെ അതെ അതെ, വലിയ രീതിയിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ നിയമ പോരാട്ടം ഇപ്പോഴും തുടരുകയാണ്. അവരുടെ സമൂഹം അംഗീകരിച്ചു തുടങ്ങി, അവർക്ക് വോട്ടവകാശം കിട്ടി തുടങ്ങി. ഇതെല്ലാം വലിയൊരു പോരാട്ടത്തിൽ നേടിയെടുത്താണ്. അവിടെയും ജാസിയുടെ ഒരു ചോദ്യം എനിക്ക് ബാക്കിയിരിക്കുന്നത്, ജാസി രൂപത്തിൽ മാത്രം മാറ്റം, എന്ത് ഡ്രസ്സിങ്ങിൽ മാറ്റം വരുത്താത്ത?
ഡ്രസ്സിങ്ങിൽ എന്താണ് എനിക്ക് ഇഷ്ടമാണ്, നന്നായിട്ട് അണിഞ്ഞൊരുങ്ങി നടക്കാനൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് എൻ്റെ ഇതില് എനിക്ക് വേണ്ട എന്തിനാ അങ്ങനെ അത് അപ്പോൾ ഞാൻ ട്രാൻസ്ജെൻഡർ ആയിട്ട് മാറൂലേ, ലേഡീസ് ഡ്രസ്സ് ഇട്ട് നടക്കുന്ന സമയത്ത് എനിക്ക് ആ ട്രാൻസോ അല്ലെങ്കിൽ ആ ഒരു ഇതിൽ വേണ്ട, എനിക്ക് താല്പര്യമില്ല. ഞാൻ എന്താണോ അങ്ങനെ അങ്ങ് ജീവിച്ചു പോകാനാണ് എനിക്ക് താല്പര്യം. അവിടെയാണ് ഈ ചോദ്യങ്ങൾ ഉയരുന്ന ചോദ്യങ്ങൾ. പ്രസക്തമായ ചോദ്യം എങ്ങനെ ഇപ്പൊ ഞാൻ ലേഡീസ് ആയിട്ട് വീഡിയോ ചെയ്യാറുണ്ട്. ലേഡീസ് ആയിട്ട് വീഡിയോ ചെയ്യുമ്പോൾ ആൾക്കാർ പറയും എന്നാ ആണായിട്ട് ചെയ്തൂടെ, ആണായിട്ട് ചെയ്ത വീഡിയോ അവിടെ നിൽക്കട്ടെ, ഞാൻ ജീവിതത്തിലെ കാര്യമാണ് ചോദിക്കുന്നത്. വീഡിയോ പല രീതിക്ക് ഇപ്പൊ എനിക്കും ചെയ്യാമല്ലോ, വീഡിയോ ചെയ്യാമല്ലോ, ആർക്കും ചെയ്യാൻ വീഡിയോ. ജീവിത യാത്രയിൽ ഇപ്പൊ എന്റെ അടുത്ത് തന്നെ ഇന്റർവ്യൂവിന് വന്നിരിക്കുന്നു, ടീഷർട്ടും പാന്റും ഇട്ടാണ് ഇരിക്കുന്നത്. എന്തുകൊണ്ട് ജാസി മറ്റൊരു പെൺവേഷത്തിൽ ഇരിക്കാത്ത എന്നൊരു ചോദ്യം എല്ലാവരും ചോദിക്കുന്ന ചോദ്യം ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അവിടെയാണ് ആളുകൾക്ക് സംശയങ്ങൾ വീണ്ടും വീണ്ടും ജാസിയിലേക്ക് വരുന്നത്. അത്തരം ഡ്രസ്സിംഗ് രീതിയിലേക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ അത് ബുദ്ധിമുട്ടാവുന്നു നോക്കിയിട്ടാണോ? അതൊരു ബുദ്ധിമുട്ട് തന്നെയല്ലേ. ഒരു സ്ത്രീയായി നടക്കുമ്പോൾ സ്ത്രീകൾക്ക് അനുഭവിക്കേണ്ട ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരില്ലേ സ്ത്രീ ആയിട്ട് നടക്കുന്ന സമയത്ത്? ഇതാകുമ്പോൾ നമുക്ക് ഏതൊക്കെ പാദത്തിന് എവിടെയും ഇറങ്ങി നടക്കാമല്ലോ. സത്യം പറഞ്ഞാൽ എൻ്റെ താടിയെ ഞാൻ ഒരു കവചം പോലെ വെച്ചിരിക്കുകയാണ്. ഈ താടിയിലാണ്ട് എനിക്ക് പുറത്തേക്ക് ഇറങ്ങി ഞാൻ എന്തൊക്കെ കേൾക്കേണ്ടി വരും, നാട്ടിൽ എങ്ങനെയൊക്കെ എനിക്ക് നടക്കാൻ പറ്റും. താടിയാകുമ്പോൾ പിന്നെ അങ്ങനെ ആരും അങ്ങ് കാർന്നെടുക്കില്ലല്ലോ. അങ്ങനെ ഒരു വലിയ അനുഗ്രഹമായിട്ട് തോന്നിയിട്ടുണ്ട്. സമൂഹമാണ് നമ്മൾ ഇങ്ങനെ ആക്കിയത്. സത്യം അല്ലേ? ഒരു പരിധി വരെ അല്ലേ? സ്കൂളിൽ പഠിക്കുന്ന സമയത്തും കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ സെക്സുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി. ബീർ ഉപയോഗിച്ച് തലയ്ക്ക് അടിക്കുകയൊക്കെ ചെയ്ത് ഇതൊരു താടി കവചമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതൊരു അംഗീകാരമായിട്ടും നമ്മുടെ ഒരു ധൈര്യത്തിനും വേണ്ടിയാണ്. സത്യം അല്ലേ? ഇതും കൂടെ പോയാൽ നമ്മുടെ ധൈര്യം പോകും. തീർച്ചയായിട്ടും ധൈര്യം അതെന്നല്ല, എനിക്ക് സത്യം പറഞ്ഞാൽ പുറത്തിറങ്ങി നടക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ താടിലാണ് ഒരു പുറത്തിറങ്ങി നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ പല ആൾക്കാരിൽ നിന്നുള്ള ആക്രമണങ്ങൾ അല്ലെങ്കിൽ അവരുടെ നോട്ടം അല്ലെങ്കിൽ നമ്മളോട് വന്ന് സമീപിക്കുന്ന ഒരു രീതി, അതൊക്കെ ഭയങ്കര മോശമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് താടില്ലാത്ത സമയത്ത്. താടിയുള്ള സമയത്ത് എനിക്ക് അത്ര അങ്ങ് ഫീൽ ചെയ്തിട്ടില്ല. കാരണം താടിയുള്ള സമയത്ത് അങ്ങനെ ആരും പെട്ടെന്ന് വന്ന് നമ്മളോട് അങ്ങനെ ഒരു രീതിയിൽ ഒരു ഇത് ചെയ്യാനൊന്നും നോക്കൂല. താടിയുള്ളത് കൊണ്ട് അവരങ്ങ് കുഴപ്പമില്ലാണ്ട് അങ്ങ് പൊക്കോളും. താടി ഇല്ലാണ്ടൊക്കെ ക്ലീൻ ഷേവ് ചെയ്തൊക്കെ നടക്കുന്ന സമയത്ത് ഇത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ പോയി ഒന്ന് മുട്ടി നോക്കണം, എന്താ അങ്ങനെ ഒരു രീതിയിൽ തോന്നാറുണ്ട്. ഈ ജീവിതത്തിൽ ഒത്തിരി കഷ്ടപ്പാട് അനുഭവിച്ചു വന്നു എന്ന് തന്നെ പറയുന്നത്. ഇപ്പം സ്വന്തമായ ഒരു സ്ഥാപനം അല്ലെ, അത് ഷാർജയില് മാളില് ലുലുമാളല്ലേ, ലുലുമാൾ അവിടെ സെക്കൻഡ് ഫ്ലോർ. ഞാൻ ഒരു ദിവസം ഞാൻ അവിടെ വന്നിരുന്നു, ഞാൻ കണ്ടിരുന്നു അന്ന് കഴിഞ്ഞ ഓണം വരുമ്പോൾ. അത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അത്രയൊന്നും നമ്മൾ എത്തുമെന്ന് പോലും ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാകില്ല അല്ലെ. അത് മോളിൽ ഇരിക്കുന്ന ആളുടെ നിശ്ചയമാണ് നമ്മൾ അവിടെ എത്തുക എന്നുള്ളത്. ആ ഒരു അതിലേക്ക് എത്താൻ വേണ്ടി എത്ര മാത്രം കഷ്ടപ്പെട്ടു അതിലേക്ക് എത്താൻ ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടു. ഞാനിവിടെ ദുബായ് ജയിലിൽ കിടന്നിട്ടുണ്ട്. കാരണം ഞാന് മുമ്പേ ഒരു ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പെർഫ്യൂം ഷോപ്പിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ എനിക്ക് ചില ലീഗൽ പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് ഞാൻ ജയിലിലൊക്കെ ആയിരുന്നു. അപ്പൊ അന്ന് മുതലേ എനിക്കൊരു വാശിയായിരുന്നു, എനിക്ക് സ്വന്തം കാലിൽ നിൽക്കണം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്ത് കാണിക്കണം എന്നുള്ളൊരു ഇത് മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് അജീഷ് പറഞ്ഞിട്ടൊരു വ്യക്തി, കോഴിക്കോടുള്ള നമ്മുടെ ബോസ് എന്ന് പറയാം. അദ്ദേഹത്തിന്റെ ഫാമിലി, അദ്ദേഹത്തിന്റെ വൈഫൊക്കെ ഒത്തിരി നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു സപ്പോർട്ടും കൂടിയാണ്. പിന്നെ എൻ്റെ ആഷിയുടെയും സപ്പോർട്ട്, എല്ലാവരുടെയും ഒരു സപ്പോർട്ട്, പിന്നെ ഗ്യാങ് ഓഫ് ഫ്രണ്ട്സിന്റെ സപ്പോർട്ടും കൂടിയാണ് നല്ലൊരു ഷോപ്പ് മാഷാഅല്ലാ എനിക്ക് ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ സാധിച്ചത്. ഒരുപാട് സന്തോഷമാണ്. എൻ്റെ വലിയൊരു പ്രയത്നമാണ്, ഒരു വലിയ സ്വപ്നമായിരുന്നു എനിക്ക്. എങ്ങനെയുണ്ട് ബിസിനസ് ഒക്കെ? മാഷാഅല്ലാ നല്ല രീതിയിൽ പോകുന്നു. എല്ലാ ആളുകളും അവിടെ വന്ന് അത് ഞാൻ ഇപ്പൊ എനിക്ക് ഏറ്റവും ഒരു തമാശയായിട്ട് തോന്നിയ കാര്യം എന്താ പറയുക, നമ്മള് സോഷ്യൽ മീഡിയയില് നീ 9 ആണോ, അല്ലെങ്കിൽ നീ ചാന്തുപൊട്ടാണോ, അല്ലെങ്കിൽ നീ ട്രാൻസ് ആണോ, നീ മറ്റേതാണോ മറിച്ചാണോ, നീ എന്താണ്, നീ അതാണോ ഇതാണെന്ന് ചോദിക്കുന്ന ആൾക്കാര് ഞാനിപ്പോ ഈ സോഷ്യൽ മീഡിയയിലായിട്ട് ഒത്തിരി വർഷങ്ങളായി, ഒരു 5-6 വർഷം ഞാൻ സോഷ്യൽ മീഡിയയിലായിട്ട് ആയി. ഇതുവരെ എനിക്ക് പുറത്തുനിന്ന് ഒരു തരത്തിലുള്ള ഒരു അബ്യൂസ്മെന്റ് ആയിട്ടുള്ള വാക്കോ, അല്ലെങ്കിൽ നീ ആരാടാ 9 ആണോ, അല്ലെങ്കിൽ നിന്റെ കളി നിർത്തിക്കോട്ടെ, നീ എന്താണ് ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കാണിക്കുന്നത് പറഞ്ഞിട്ട് ഒരാൾ വരെ, ഇതുവരെ ഉണ്ടായിട്ടില്ല. എല്ലാവരും സ്നേഹത്തില് കാണുന്ന എല്ലാവരും ജാസിയ എന്താ സുഖല്, നല്ല ഇഷ്ടാട്ടോ, വീഡിയോ സൂപ്പറാട്ടോ, അതാണ് ചിലപ്പോൾ എന്നെ അബ്യൂസ്മെന്റ് കമന്റ് ഇട്ട ആൾക്കാരും ചിലപ്പോൾ എന്നെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടാവും. പക്ഷെ ഇന്ന് വരെ എനിക്ക് അവരുടെ ഭാഗത്ത് നിന്ന് ഒരു മോശമായിട്ട് ഒരു സംസാരം ഇതൊന്നും ഇതുവരെ കേട്ടിട്ടില്ല. എനിക്ക് ഒറിജിനൽ അക്കൗണ്ടിൽ തന്നെയാണോ ചീത്ത വിളിക്കുന്നത്? അതെ, ചിലർ ഫേക്ക് അക്കൗണ്ട് ചെയ്യുന്നുണ്ട്, ചിലർക്ക് ഒറിജിനൽ അക്കൗണ്ട് നമ്മൾ വീഡിയോസ് എടുത്തിട്ട് അബ്യൂസ്മെന്റ് കമന്റ് ആയിട്ട് അവര് വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്ന പ്രമുഖരാകാൻ നോക്കുന്നുണ്ട്.
നമ്മളെ വിറ്റിട്ട് തീർച്ചയായിട്ടും അല്ലേ? ഇപ്പോഴാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ തന്നെ ഞാൻ ഒരാളെ ലൈവിൽ അത്രയും പറഞ്ഞത്, ഞങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ വീഡിയോസ് ചെയ്യും, ഞങ്ങളെ വീഡിയോസ് എടുത്ത് എന്തിനാണ് നിങ്ങൾ വെറുതെ ചെയ്യുന്നത്, അത് എന്നെ ആഷിനി വീഡിയോസ് എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ദുബായിൽ ഇങ്ങനെ നടക്കുകയാണ് അങ്ങനെ നടക്കുകയാണ്, നിങ്ങൾ വെച്ച് ഞങ്ങൾ പൊറപ്പിക്കില്ല, നിങ്ങൾ ഇവിടുന്ന് പോകണം, അതാക്കണം, നിങ്ങൾ ടിക്ടോക്ക് നിർത്തി പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതായിരുന്നു വെല്ലുവിളികൾ. നിങ്ങൾ ഇപ്പം ഒരു ഞാൻ അറിഞ്ഞതനുസരിച്ചും നിങ്ങൾ തമ്മിലൊരു ബന്ധം റിലേഷൻഷിപ്പ് ഉണ്ട്, നിങ്ങൾ ഭയങ്കരമായിട്ട് അകന്നു വലിയ ഇഷ്യൂസ് ഉണ്ടായി അല്ലെ, അടി വരെ ഉണ്ടായി, സോഷ്യൽ മീഡിയയിൽ വന്ന് അത് പ്രചരിപ്പിക്കുന്നതിന്റെ കണ്ണ് അടിച്ചു പൊളിച്ചു എന്ന് പറഞ്ഞത് എന്തിനാണ് അതൊക്കെ? അത് സത്യം പറഞ്ഞാല് അതൊരു സംഭവം സത്യം തന്നെയായിരുന്നു. അത് ഞാൻ ആ പെൺകുട്ടിയുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ബാറിൽ വർക്ക് ചെയ്യുന്ന കുട്ടിയാണ്. അപ്പോ എന്റെ നല്ലൊരു ഫ്രണ്ടായിട്ട് എന്റെ കൂടെ എന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു, നീ അത് ചെയ്യണം ഇത് ചെയ്യണം എല്ലാ കാര്യങ്ങളും പറഞ്ഞു നിന്നിട്ട് എന്റെ ഒപ്പമുള്ള ആളെ അവള് ഇത് എനിക്ക് ഭയങ്കര വിഷമമായി പോയി. അത് ഭയങ്കര കാരണം ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു അത്. ഞാൻ പറഞ്ഞു ഒരിക്കലും ആശയായിരിക്കില്ല അത് എന്ന് പറഞ്ഞു. പക്ഷെ എനിക്കത് അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നത്. പക്ഷെ ഒരു കണക്കിന് വെച്ച് നോക്കുകയാണെങ്കിൽ ആശ നിരപരാധിയാണ്. കാരണം ആശിനെ അത്രയും ആ പെൺകുട്ടി, നീ ആണല്ല, നിനക്ക് പെണ്ണുങ്ങളെ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെണ്ണുങ്ങളെ ഇഷ്ടമല്ല, നീ അങ്ങനെയാണ് ഇങ്ങനെയാണ്, നീ അങ്ങനെ ഡെയിലി ഇതൊന്നും ഞാൻ അറിയുന്നില്ല, അങ്ങനെ പറഞ്ഞ് അവന്റെ മൈൻഡ് കൺവേർട്ട് ചെയ്തിട്ടാണ് അവള് ഇതാക്കിണ്ടായിരുന്നത്. അതും എന്റെ കൂടെ നടന്ന് നീ അവനക്ക് ഫ്രീഡം കൊടുക്കും, നീ അവനക്ക് അത് പറ ഇത് പറ അങ്ങനെ പറ ഇങ്ങനെ പറ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട്. പക്ഷെ പെട്ടെന്ന് ഞാന് ഭയങ്കരമായിട്ട് അങ്ങോട്ട് എന്റെ ലൈഫ് ഇനി ഇല്ല, ഇനി മുന്നോട്ട് ഞാൻ ബിഗ് സീറോ ആണ് എന്നുള്ള വിചാരിച്ചൊരു നിമിഷങ്ങളായിരുന്നു അത്. ഇപ്പോൾ അതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. എന്നോട് ആ കുട്ടിയെ ചെയ്തു എന്നുള്ളത്. അത് നമ്മുടെ കൂടെ നടന്ന പെൺകുട്ടിയാ? അതെ, കൂടെ നടന്നതിന് ഞാൻ അത്രയും ഒരു ഓക്കെ നല്ലൊരു ഫ്രണ്ട് ആയിരിക്കും എന്ന് വിചാരിച്ച ഒരു കുട്ടിയായിരുന്നു അത്. പക്ഷെ അവള് ഇങ്ങനെ ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം അവളുടെ അടുത്ത് എല്ലാം ഉണ്ടായിരുന്നു, പണമുണ്ട്, മദ്യമുണ്ട്, പെണ്ണുങ്ങളുണ്ട്, പോരെ ഒരു ആണ് നശിക്കാനായിട്ട്. അങ്ങനെ ആഷിനെ വശീകരിച്ചെടുത്തു. വശീകരിച്ചെടുത്തു എന്ന് തന്നെ പറയാൻ. അതെ അങ്ങനെ തന്നെയാണ്. അതിൽ പെട്ടുപോയി. എത്ര നാള് പെട്ടു? അത് ഒരു 2 month ഉള്ളിൽ. പക്ഷെ എന്റെ കൂടെ ഉണ്ട് ആള്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു വട്ടം ഇവളിങ്ങനെ പറഞ്ഞ് അവസാനം ഒരു വട്ടം റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടുന്നാണ് ഞാൻ ജസ്റ്റ് എന്റെ ഫോൺ എടുക്കുന്നില്ല, ഞാൻ ഫോൺ നിർത്തുന്നത് വിളിച്ചോണ്ടിരിക്കുന്നത്, അവനെ ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ ജസ്റ്റ് ഞാൻ ഫോൺ ചെയ്ത സമയത്ത് ഇങ്ങനെ എനിക്കിങ്ങനെ തോട്ട് വന്നു, ഒരു പൂച്ചയുടെ അങ്ങനെ ഒരു മണിയുടെ കിലുക്കം വന്നു. അപ്പൊ ജസ്റ്റ് ഞാൻ എന്റെ വീട്ടിൽ പൂച്ചയുണ്ട്, അപ്പൊ എനിക്ക് അറിയാലോ പൂച്ചയുടെ മണിയുടെ കിലുക്കം. അപ്പൊ ഞാൻ നോക്കും, അവൾ അക്കൗണ്ട് എടുത്ത് നോക്കിയ സമയത്ത് അവൾക്ക് പൂച്ചയുണ്ട്. അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ടിനോട് പറഞ്ഞു, ഇങ്ങനെ എനിക്ക് തോന്നുന്നു ആശി അവിടെ ഉണ്ടെന്ന് തോന്നുന്നു, എന്നെ ഒന്ന് അവിടേക്ക് ആക്കി തരണം എന്ന് പറഞ്ഞു. ഞാൻ നേരെ അവിടേക്ക് പോയപ്പോ റൂമില് അവളുണ്ട്, അവനും ഉണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര ഇത് വന്നു. അങ്ങനെയാണ് അത് പ്രശ്നം ഉണ്ടാകുന്നത്. അവിടെ വെച്ചാണ് അടി ഉണ്ടാവുന്നത്? അതെ. ഭയങ്കര അടിയാണോ? ഭയങ്കര അത്യാവശ്യം നല്ല അടിയാണെന്ന്. തിരിച്ചും കൊടുത്തോ? ഞാൻ തിരിച്ചു മേടിച്ചു. അപ്പൊ മനസ്സിൽ ബുദ്ധിമുട്ട് വന്നു, എന്തിനാ അടിച്ച? പിന്നീട് ഇല്ല, എനിക്ക് വെറുപ്പ് തോന്നി. അപ്പൊ എനിക്ക് അവനോടല്ല, എനിക്ക് അവളോടായിരുന്നു വെറുപ്പ്. സ്റ്റിൽ അവള് എന്നോട് ആഷി, ഞാൻ എല്ലാം പറയുന്നുണ്ട്, ആഷി ഇങ്ങനെ അവനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ, അവൻ പോട്ടെ, അവൻ പോയിട്ട് വരട്ടെ, നീ അവന് ഇതാക്കണ്ട. ഇതൊക്കെ സ്റ്റിൽ ആ ഫുൾ ടൈം അവൾ എന്റെ കൂടെ ഫോണിൽ സംസാരിച്ചൊരു വ്യക്തിനെയാണ് ഞാൻ ഇങ്ങനെ കാണുന്നത്. അതെനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായി പോയി. എന്നിട്ട് അത് പിന്നെ എന്തിനാണ് പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇടുന്നത്? പിന്നെ അത് കഴിഞ്ഞിട്ട് അത് ഭയങ്കരമായിട്ട് ഞാൻ അത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് പറഞ്ഞു, ഇങ്ങനെ ആശി എന്നെ പ്രശ്നത്തിലായി, ഞാൻ ഇനി എന്തായാലും ഇത് ബ്രേക്കപ്പ് ആയി എന്നൊക്കെ പറഞ്ഞു. ഞാൻ സോഷ്യൽ മീഡിയയിൽ ഓൾറെഡി വീഡിയോ ചെയ്തു. അത് ഭയങ്കര മില്യൺ ആണ് പോയത്. അപ്പോൾ ഇവളെ വീട്ടിൽ അത് അറിഞ്ഞ് ഇവളെ വീട്ടിൽ സീനായപ്പോൾ ഇവൾ ആഷിനെ വിളിച്ച് പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിൽ ഭയങ്കര സീനാണ്, ഞാൻ ആത്മഹത്യ ചെയ്യും, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയ നിങ്ങൾ തന്നെ വന്നിട്ട് ഒരു പറയണം, ഇതിങ്ങനെ ചുമ്മാ തമാശ രീതിയിൽ പറഞ്ഞതാണ്, അങ്ങനെ രീതിയിൽ പറഞ്ഞിട്ട് അത് ഒഴിവായി ക്ലിയർ ചെയ്തില്ലെങ്കിൽ ഞാൻ സീനാണ്, ഞാൻ പിന്നെ ആഷിന് ജീവിക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ അവള് പറഞ്ഞു. അപ്പൊ എന്നോട് ആഷി റിക്വസ്റ്റ് ചെയ്തു, നീ എന്തായാലും സോഷ്യൽ മീഡിയ വന്നിട്ട് ഇങ്ങനെ പറ, നമ്മൾക്ക് നല്ലപോലെ ആയിട്ട് പോവാമല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ വന്നിട്ട് ഞാൻ പറഞ്ഞതാണ് അത്. അങ്ങനെ അത് അങ്ങനെ അത് മാറ്റി പറഞ്ഞ അതുവരെ എല്ലാവരും എന്നെ ഭയങ്കര സപ്പോർട്ട് ചെയ്തു, ജാസ്തി നീ വിഷമിക്കേണ്ട, ഞങ്ങളെല്ലാം നിന്റെ കൂടെ ഉണ്ട്, അങ്ങനെയാണെങ്കിൽ എല്ലാവരും. പക്ഷെ ഇത് മാറ്റി പറഞ്ഞപ്പോഴാണ് തോന്നുന്നത് എനിക്ക് കൂടുതൽ ഹേറ്റേഴ്സ് പറയിപ്പിച്ചതാണ്. അതെ, പറയിപ്പിച്ചതാണ്. അവള് പറയിപ്പിച്ച, കാരണം അവള് പറയണമെന്ന് പറഞ്ഞിട്ട് അയച്ച വോയിസ് അവളെ വീട്ടിൽ ഭയങ്കര പ്രശ്നമായി. ഭയപ്പെട്ടു. അതെ,
അപ്പൊ നമ്മളോട് പറഞ്ഞത് മാറ്റി മാറ്റി പറയണമെന്ന് പറഞ്ഞു. അതിപ്പോഴും എന്റെ കയ്യിലുണ്ട്, അതിന്റെ വോയിസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവള് പറഞ്ഞു ഓക്കെ പറഞ്ഞാൽ മതി, ഞാൻ താഴത്തേക്ക് ഇറങ്ങി വരാം, നമുക്ക് വീഡിയോ ചെയ്യാന്നുണ്ട്. അവള് പറയിപ്പിച്ചിട്ട് എന്നെ അത് കണ്ടതിന് അറിയാം എല്ലാവരും, ഞാൻ എന്റെ മനസ്സുകൊണ്ട് സന്തോഷത്തോടെ എല്ലാവരും പറയുന്നത്. ഇപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ യാത്ര? ഇപ്പൊ മാഷാ അല്ലാഹ് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ആഷിക്ക് കുടുംബം ഇല്ലേ? ഉണ്ട്, ഫാമിലി. അപ്പൊ അവരുടെ ഫാമിലിക്ക് ഇത് പ്രശ്നമല്ലേ? രണ്ട് ഫാമിലിക്കും പ്രശ്നം തന്നെയായിരുന്നു. സ്റ്റിൽ ഇപ്പോഴും പ്രശ്നമായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്റെ ഫാമിലിയില് ഇപ്പൊ കുഴപ്പമില്ലാണ്ട് അങ്ങനെ ഉമ്മൊക്കെ ഒന്ന് ഇതായി, പക്ഷെ ഇപ്പോഴും പ്രശ്നം തന്നെയാണ്. അല്ല, ഞാൻ ഇൻസ്റ്റയിലൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ ആഷി ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു പുരുഷനായിട്ട് തന്നെ നിൽക്കുന്നു. ഒരു പൗരുഷത്തോളം വലിയ താടിയൊക്കെ വെച്ച്, അത് ഒരു വെല്ലുവിളിയല്ലേ ആഷിക്ക്? പിന്നെ ഒത്തിരി പേര് ഇപ്പോഴും പറയാറുണ്ട്, എന്തിനാണ് ജാസിന്റെ കൂടെ വീഡിയോ ചെയ്യുന്നത്, ജാസിന്റെ ഇതാക്കി, നിങ്ങളെ കല്യാണം എന്താണ്, ഇതാണ്. ഞങ്ങള് നല്ലൊരു സുഹൃത്ത് ബന്ധമായിട്ട് ഇപ്പോഴും മുന്നോട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. അത് കാണുമ്പോൾ ആൾക്കാരെ വിചാരിക്കുന്നത് എന്താണ്, ഓക്കെ ഞങ്ങൾ വേറെ എന്തോ രീതിയിലുള്ള ബന്ധമാണ്, അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ ഇനി ഭാവിയിൽ കല്യാണം കഴിക്കും, അല്ലെങ്കിൽ ഞങ്ങളൊരു ഗേ കപ്പിൾസ് ആയിട്ട് പോവാണ്, അങ്ങനെയൊക്കെയാണ് ആൾക്കാർ വിചാരിക്കുന്നത്. നമുക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് വേണം. അതെ, അത്ര. ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ആഷി ഞാൻ തമ്മിൽ കല്യാണം കഴിക്കാൻ വേണ്ടി പോകും, അല്ലെങ്കിൽ ഞങ്ങൾ കല്യാണം കഴിക്കും, ജീവിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ ഒരു ഗേ കപ്പിൾസ് ആയിട്ട് ജീവിക്കാൻ പോകണം, ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഇതെല്ലാം കമന്റുകളാണ് ഇതൊക്കെ. കമന്റുകളാണ് ഞങ്ങൾ, അവരാണ് പറയുന്നത് നിങ്ങൾ ഗേ ആണ്, നിങ്ങൾ ഗേ കപ്പിൾസ് ആണ്, നിങ്ങൾ ക്യൂട്ട് കപ്പിൾസ് ആണ്, നിങ്ങൾ ഗേ കപ്പിൾസ് ആണ്, അവരാണ് കമന്റ്സ് എല്ലാം ഇടുന്നത്. നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടൊന്നുമില്ല ഞാൻ ഇതാണ് അല്ലെങ്കിൽ ഇതാണ് ഒന്നും എവിടെയും പറഞ്ഞിട്ടില്ല. ഇത് മൊത്തം നമുക്ക് തീരുമാനിക്കാൻ സ്വാതന്ത്ര്യം ഇല്ല. നോക്കുന്ന അങ്ങനെ ഒരു തീരുമാനിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് വേണ്ടി വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചു. നമുക്കൊരു 100 കമന്റിൽ നമുക്ക് അനുകൂലമായിട്ട് എത്ര കമന്റ് കാണും? എനിക്ക് തോന്നുന്നു ഒരു 100 കമന്റിൽ എനിക്ക് അനുകൂലമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു 20-30 കമന്റ് ഉണ്ടാവുള്ളൂ. അത്രേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാം നെഗറ്റീവ് കമന്റ്സ്. ഒരു സമയത്ത് ഇതൊന്നും വേണ്ട എന്ന് തീരുമാനിച്ചില്ലായിരുന്നു? വേണ്ട. അതെനിക്ക് ഫസ്റ്റ് ഒരു വീഡിയോ ഭയങ്കര വൈറലായ സമയത്ത് എനിക്ക് ഭയങ്കര വീട്ടിൽ നിന്ന് ഭയങ്കര ചീത്ത കിട്ടും. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ഇതൊന്നും വേണ്ട, എന്തിനാ വെറുതെ പറയിപ്പിക്കുന്നത്, നിർത്താമെന്ന് തിരിച്ച് നിർത്തിയതാ. ആ സമയത്ത് പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതിനോടൊരു ആഗ്രഹം, അഭിനയിക്കണം അല്ലെങ്കിൽ വീഡിയോ ചെയ്യണം അല്ലെങ്കിൽ ഒന്നും കൂടെ ഒക്കെ ഒന്ന് ഇതാക്കാം എന്ന രീതിയിലാണ് പിന്നെയും ഫ്രണ്ട്സ് എല്ലാം കൊണ്ട് നീ ചെയ്തോ അങ്ങനെയാണ് വീണ്ടും തുടങ്ങിയത്. ഏറ്റവും അടുത്ത ഫ്രണ്ട് എന്ന് പറയാൻ ഒരാളുടെ പേര് പറഞ്ഞാൽ ആരെ പറയാൻ പറ്റും? ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് 2 ഫ്രണ്ട്സാണ് ഏറ്റവും അടുത്തത്, കീക്കി ആൻഡ് ശ്രുതി. അവരാണ് എന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് എനിക്ക് എന്റെ കൂടെ ഉള്ളത്. ഇവരെങ്ങനെയാണ് ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായപ്പോ? രണ്ടുപേരും എന്റെ ലൈഫിൽ നിന്ന്, എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നിന്നിട്ടാണ് അവര് എന്നോട് സംസാരിച്ചത്. എന്നോട് പറഞ്ഞു നീ ഓക്കെ ആണെങ്കിൽ മാത്രം ചെയ്യ്, അതല്ലാന്നുണ്ടെങ്കിൽ വീട് കുഴപ്പമില്ല എന്ന രീതിയിൽ തന്നെ സംസാരിച്ചത്. ഇത് ഇങ്ങനെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പോലീസ് കേസൊക്കെ വരുമെന്നൊക്കെ ചിന്തിച്ചില്ലേ? എനിക്ക് അപ്പൊ എനിക്ക് അതിനെ കുറിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് എന്റെ ലൈഫ് ബ്രേക്ക് ആയി, ഇനി എന്റെ ലൈഫ് മുന്നോട്ട് ഞാൻ വെറും ഒരു ചോദ്യം ചിഹ്നം പോലെ നിൽക്കായിരുന്നു. എനിക്ക് എന്താണ് വാട്ട് ഇസ് നെക്സ്റ്റ് എന്ന രീതിയിൽ നിൽക്കായിരുന്നു ഞാൻ. കാരണം ഞാൻ അത്രയും വിശ്വസിച്ചൊരു വ്യക്തി ഒരു ഭാഗത്ത്, അത്രയും എൻ്റെ കൂടെ ലൈഫ് ലോങ് ഉണ്ടാവും എന്ന് എൻ്റെ ജേണിയിൽ എൻ്റെ ഒരു പാർട്ട്ണറായിട്ട്, എൻ്റെ എല്ലാ വിഷമത്തിലും എൻ്റെ എല്ലാ പ്രതിസന്ധിയിലും എൻ്റെ എല്ലാ ബിസിനസ്സിലും കാര്യങ്ങളൊക്കെ ഒരു പാർട്ട്ണർ പോലെ എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞൊരു വ്യക്തി മറ്റൊരു ഭാഗത്ത്. ഞാനിങ്ങനെ സെൻറ്ററിൽ തരിച്ച് നിൽക്കുകയായിരുന്നു ആ സമയത്ത്. എനിക്ക് ഒന്നിനെ കുറിച്ചൊരു ഒരു ഓർമ്മയേ ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ ഡയറക്റ്റ് അവിടെ ഫ്ലാറ്റിലേക്ക് കയറി ചെല്ലാൻ പറ്റുമോ എനിക്ക്? ഇത് പോലീസ് അവള് പ്രശ്നം ആക്കിയ പ്രശ്നമല്ലേ. പക്ഷെ അത് ഇന്ന് ആ ഒരു മൈൻഡ് ചിന്തിക്കാനുള്ളൊരു ഇത് ഉണ്ടായിരുന്നില്ല എനിക്ക്. പിന്നീട് സോഷ്യൽ മീഡിയയിൽ ഇതിനെ കുറിച്ച് പറയുന്നു, അടി കിട്ടിയത് കാണിക്കുന്നു. ഇത് രാജ്യം വേറെയാണ്, കേരളമല്ല. അതിനെ കുറിച്ചൊന്നൊരു സത്യം ഒരു ബോധേ ഉണ്ടായിരുന്നില്ല എനിക്ക്. കാരണം എന്താണ് വരാൻ പോകുന്നത്. പിന്നെ കുറെ ആൾക്കാരൊക്കെ വിചാരിച്ചത് ഞങ്ങൾ ചുമ്മാ ഒരു ഡ്രാമ പോലെ ചെയ്താണോ, ഹൈപ്പിന് വേണ്ടി ചെയ്താണോ, അല്ലെങ്കിൽ കുറച്ച് കൂടെ ഫേമസ് ആവാൻ വേണ്ടി ചെയ്തതാണോ, അങ്ങനെ കുറെ ആൾക്കാർ അങ്ങനെ പറഞ്ഞ് നടന്നിട്ടുണ്ടായിരുന്നു. നടന്നത് സത്യമാണ്. അതെ, നടന്നത് സത്യമാണ്. ആ സത്യം. കാരണം ആ ഒരു പെൺകുട്ടി അത്ര മോശപ്പെട്ടൊരു പെൺകുട്ടിയാണ്. അത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കുറച്ച് വൈകി.